നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പത്രപരസ്യവും അതോടൊപ്പം തന്നെ തീവ്രമായ വർഗീയതയൊക്കെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ന്യൂസ് ചാനലുകളുടെ വാർ റൂമിലിരുന്ന് അല്ലെങ്കിൽ അവർ ഗ്രൗണ്ടിൽ ഇറങ്ങി നടത്തുന്ന പെർഫോമൻസുകൾക്കൊക്കെ അപ്പുറത്ത് കുറേ ജീവിത യാഥാർത്ഥ്യങ്ങൾ പാലക്കാട് ഉണ്ട് എന്നും ആ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ടോ അവർക്കെതിരായിട്ടുള്ള ഒരു സമ്മതിദാന അവകാശം, അവർക്കെതിരായിട്ടുള്ള ഒരു പൊതുജനങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം രാഷ്ട്രീയം സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന, സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പത്രമാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഈ തവണ ജനങ്ങൾക്ക് ഇതിനോടൊക്കെ പ്രതികരിക്കുവാനുള്ളൊരു സുവർണ അവസരമായിട്ടാണ് ഈ പാലക്കാട്ടെ ജനങ്ങൾ ഇതെടുത്തിട്ടുള്ളതെന്ന് വേണം കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ആകപ്പാടെ ഈ പാലക്കാടിനെ കുറിച്ച് സംസാരിക്കണം, അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസന നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കണമെന്ന് ആകപ്പാടെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. ബാക്കി പി സരിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് തികഞ്ഞ വർഗീയത, അതോടൊപ്പം തന്നെ പ്രാദേശികവാദം ഒക്കെ ഉയർത്തിക്കൊണ്ട് വോട്ട് നേടുവാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിനെയൊക്കെ കാരണം രാജ്യസ്നേഹം ഏറെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്ന ഗ്രാമീണർ തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് എന്ന് നമുക്കറിയാം. നന്മയുള്ള കുറേ ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് പാലക്കാട്. അപ്പം ആ പാലക്കാടിനെ സംബന്ധിച്ചിട്ട് പാലക്കാട് ഇതൊക്കെ വേർതിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ പാലക്കാട്ടെ ഈ പോളിംഗ് കനക്കുമ്പോൾ അത് ആർക്കെതിരായിരിക്കും എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഈ പോളിംഗ് ശതമാനം കൂടുന്നു എന്ന് പറയുന്നത് നമുക്ക് പഴയ പോലെ അല്ല. ഇപ്പം എന്തുകൊണ്ടാണ് അവിടെ പോളിംഗ് ശതമാനം കൂടുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും ഈ വോട്ടിങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. കൃത്യമായ സർക്കാർ വിരുദ്ധ മനോഭാവം അവിടെ വലിയ രീതിയിൽ ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമയം കിട്ടിയ നമുക്ക് 7 ദിവസം കൂടി പാലക്കാട് തെരഞ്ഞെടുപ്പിന് കിട്ടി. കാരണം നമുക്ക് കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് 13-ാം തീയതി നടക്കേണ്ട ഇലക്ഷനാണ് ഇന്ന് നടന്നത്. അപ്പം ഈ ഇലക്ഷൻ നീട്ടിയത് കൊണ്ടുണ്ടായൊരു ഗുണം എന്ന് പറയുന്നത്, കോൺഗ്രസ്സിന് അതുവരെ ചേലക്കരയിലും വയനാട്ടിലും പാലക്കാട് 3 സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞ 7 ദിവസങ്ങളിലായിട്ട് ഈ 2 ബൈ ഇലക്ഷനും കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായും പാലക്കാട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിൽ കാണേണ്ടത്, CPM ഈ കാണിച്ചിരിക്കുന്ന പലതരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഇന്നലെ വരെ നമ്മൾ കണ്ടു. ആദ്യം തന്നെ CPM കാണിച്ചൊരു ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, ഇന്നലെ വരെ കോൺഗ്രസിലുണ്ടായിരുന്ന പി സരിനെ അവർ ഒറ്റ ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി LDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാവുന്നു. രണ്ടാമത്, അവർ ഏതൊക്കെ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാമോ അത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പം സന്ദീപ് വാര്യറാണ് അവസാനത്തെ ഇര അവരുടെ. നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ ചർച്ച ചെയ്യുന്ന സമയത്ത് നീല ട്രോളി ബാഗായിരുന്നു അവരുടെ. പിന്നെ മുരളീധരനെ അവർ പാർട്ടിയിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വിവാദങ്ങളിലൂടെ കടന്നു പോവുകയും അതിനൊക്കെ AK ബാലനെ പോലെയുള്ള ഈ വലിയ സമാരാധ്യരായി അറിയപ്പെടുന്ന നേതാക്കന്മാർ, അതുപോലെ തന്നെ യുവ നേതാക്കന്മാരുടെ ഏറ്റവും ശ്രദ്ധേയൻ എന്നറിയപ്പെടുന്ന മന്ത്രി MB രാജേഷ് ഒക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന വലിയ കോപ്രായങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള കക്ഷികൾ ജയിച്ചു വന്നാൽ ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരുതരം മാഫിയവൽക്കരണം ഉണ്ടാവും, പൊളിറ്റിക്കൽ മാഫിയകളുടെ കയ്യിലേക്ക് ഈ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളൊരു തോന്നലിലൂടെയാണ് ആളുകൾ കൃത്യമായി ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ജനാധിപത്യ ബോധം ഉണർന്നു എന്ന് നമ്മൾ കാണണം. കാരണം ജനാധിപത്യ വിശ്വാസികൾക്ക് ഈ വോട്ടെടുപ്പിലൂടെ മാത്രമേ സർക്കാരിനെതിരെയും പിന്നെ ഈ പ്രചരണ സമയത്ത് ഇവർ കാണിച്ചു കൂട്ടിയിരിക്കുന്ന പലതരത്തിലുള്ള വിവാദങ്ങൾക്കും മറുപടി കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ജനങ്ങൾ കൃത്യമായി തീരുമാനം എടുത്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ രാജ്യത്തിന് തന്നെ അപകടമാണെന്നും അതുകൊണ്ട് പാലക്കാട് പ്രദേശത്ത് ഇത്തരത്തിലുള്ള അജണ്ടകളൊന്നും സെറ്റ് ചെയ്ത് നടപ്പിലാക്കാൻ പറ്റില്ലെന്ന്. ഇപ്പം റിപ്പോർട്ടർ TVയിൽ അരുൺകുമാറും അതുപോലെ തന്നെ സുജയ പാർവതിയും ഈ ചർച്ചകളിലെല്ലാം അവർ വലിയ കീരിയും പാമ്പുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ ഒരേ അഭിപ്രായത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ
നമ്മൾ അവരെ ഒരു റോൾ മോഡലായി കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഈ CPM-ഉം BJP-യും ഒരേ തൂവൽ പക്ഷികളായത് എന്നുള്ളത് ചർച്ചാ വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണെന്ന് മനസ്സിലാക്കിയ പൊതുജനം, വോട്ടർമാർ കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ കാണേണ്ടത്. അതാണ് ഈ പാലക്കാട് രാവിലെ തൊട്ടേ കാണുന്ന തിരക്ക്. കാരണം ഈ റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, മറ്റു പല ചാനലുകളും ഒരു LDF-ന്റെ P. സരിൻ വളരെ മുൻപിലാണ്, അല്ലെങ്കിൽ P. സരിനാണ് അവിടെ സാധ്യതകൾ ഏറെ എന്ന രീതിയിലേക്ക് ചർച്ചകളെ വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്നലത്തെ പത്രപരസ്യത്തെ കേരള ജനത മൊത്തത്തിൽ തള്ളിക്കളഞ്ഞ, പാലക്കാട് ജനങ്ങൾ മാത്രമല്ല, കേരളത്തിൽ വർഗീയതയ്ക്ക് യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ലെന്നും ഇത്തരത്തിലുള്ള നീചമായ വർഗീയ നീക്കങ്ങൾ CPM പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം ഒരിക്കൽ പോലും കൈക്കൊള്ളാൻ പാടില്ലാത്തതാണെന്ന് കൃത്യമായി ജനങ്ങൾ ഇന്നലെ തന്നെ വിലയിരുത്തിയാണ്. പക്ഷേ ഇതിനെപ്പോലും ന്യായീകരിക്കുന്ന അരുണിനെ പോലെയുള്ള ആളുകളെ യഥാർത്ഥത്തിൽ ഈ മീഡിയ എന്ന് പറയുന്നത് ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമായിരുന്നുവെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? വലിയ രീതിയിൽ സരിൻ ജയിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവരെന്നും വിചാരിക്കുന്നതല്ല പൊതുജനങ്ങളുടെ മനസ്സെന്നും ഒരു മീഡിയക്കും, നമ്മൾ കുറെ കാലമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പറയാണ്, ഒരു മീഡിയക്കും അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ കൃത്യമായി ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം. കാരണം ജനങ്ങൾ കഴിഞ്ഞ 8 വർഷമായി പിണറായി വിജയൻ സർക്കാരിന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ ഈ 3.5 വർഷക്കാലത്തുണ്ടായ പലതരത്തിലുള്ള സർക്കാരിന് ജനവിരുദ്ധമായ നിലപാടുകളെ കൃത്യതയോടുകൂടി ആളുകൾ കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? CPM-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ പോലും ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രോഷമുണ്ട് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇതൊക്കെ അവർക്ക് പ്രകടിപ്പിക്കാനുള്ള കൃത്യമായ ഒരു ചാൻസ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ കാണണം. കാരണം ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി P. സരിന്റെ ഒരു പത്രപരസ്യമായിട്ട് വരുന്നു. എന്തെല്ലാം പൊളിറ്റിക്കൽ ഗിമ്മിക്കുകളാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ടത് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം PV അൻവർ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഏതൊക്കെ ഒരു കാര്യം പറയാം, പാലക്കാട്ടെ ജനങ്ങൾ നേരായ രീതിയിൽ ചിന്തിക്കുമെന്നും അവർ ഒരു കാരണവശാലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും നമുക്ക് 100% ഉറപ്പിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് അവിടെ നടക്കുന്ന കനത്ത പോളിംഗ് എന്ന് പറയേണ്ടി വരും. അവസാന ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ടെത്തി ഒന്നിലധികം റാലികളിൽ, പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇത്ര തീവ്രമായിട്ട് തന്നെ ഈ പാലക്കാട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ. കാരണം ഈ LDF-ന്റെ സ്ഥാനാർത്ഥി ഏറെ പിമ്പിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചിട്ട് ഇത് നിസ്സാരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, കാരണം കഴിഞ്ഞ തവണ LDF-ന്റെ സ്ഥാനാർത്ഥി നേടിയ അത്രയെങ്കിലും വോട്ട് ഇത്തവണ P. സരിൻ നേടിയിട്ടില്ല എങ്കിൽ അത് ഈ ഗവൺമെന്റിനേക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അല്ല, ഇതെന്താ ഇത്തവണ എന്താ സംഭവിക്കും? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം CPM-ന്റെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായിരുന്നു. ഈ 28% വോട്ട് മാത്രമാണ് കഴിഞ്ഞത്. ഇത്തവണ അവർക്ക് ഒരു 25% പോലും പിടിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം അവർ തന്നെ അവിടെ സൃഷ്ടിച്ചാണ്. പിന്നെ മാത്രമല്ല നമ്മൾ കാണേണ്ടത് CPM-ന് ഒരു പ്രത്യേകത ഉണ്ട്. അല്ലെ, പരമ്പരാഗതമായി CPM-ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള വൈകാരികമായ ഒരു ചിഹ്നം വലിയ പ്രശ്നമാണ്. ഇത്തവണ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലല്ല ഈ LDF-ന്റെ സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഈ സ്റ്റെതസ്കോപ്പ് കാണുമെന്നും പരമ്പരാഗതമായി ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിപ്പോ ഈ 10ഓളം സ്ഥാനാർത്ഥികളുണ്ട് അവിടെ. ഇതിൽ ആരാണ് യഥാർത്ഥ സ്ഥാനാർത്ഥി എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആളുകൾ അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ കുറച്ചൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടോ വോട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. പിന്നെ മറ്റൊരു പാർട്ടിയിൽ തന്നെ ഉള്ള പല ആളുകൾക്കും ഇതിനോട് വലിയ വിയോജിപ്പുണ്ട്. അവർക്ക് ഈ വോട്ടിങ്ങിൽ മാത്രമേ പ്രതിഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അവർ കൃത്യമായി ഈ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ വളരെ സജീവമായി നിന്നിട്ടുണ്ടാവും. പക്ഷേ വോട്ട് ചെയ്യുന്ന സമയത്ത് അവർ കൃത്യമായി അതിന് മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ മാത്രമല്ല, സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയാണ് ഈ പാലക്കാട് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ ഈ മാത്തൂര്, അതുപോലെ തന്നെ കണ്ണാടി, പിരായിരി തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വലിയ ആവേശമായി രാഹുലിനെ കുറച്ച് ദിവസങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കുറച്ചെങ്കിലും വോട്ട് കിട്ടാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, BJPക്ക് വോട്ട് കിട്ടാവുന്ന സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ് എന്നുള്ളത് കൊണ്ടും കുറച്ച് മേൽക്കൈ അവർക്ക് അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ച് സീറ്റുകൾ അവർക്കിട്ട്. കാരണം കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കക്ഷി അവിടെ കുറച്ച് കാലമായിട്ട് കൗൺസിലറായിട്ടും ഒക്കെ നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കുറച്ച് വോട്ട് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. മറിച്ച് LDF-ന് എവിടെ വോട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ
പറയുന്ന ചില പഞ്ചായത്തുകളിൽ അവർക്ക് ആധിപത്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നമുക്ക് അറിയില്ല അവിടെ. പിന്നെ വലിയ രീതിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ആദ്യഘട്ടത്തിലൊക്കെ വലിയ മാധ്യമ പ്രചരണങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പൊട്ടിത്തെറി ഉണ്ടായത് ഏതൊക്കെ പാർട്ടിയിലാണെന്ന് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ ട്രോളി വിവാദത്തിൽ കൃഷ്ണദാസ് എന്ത് നിലപാടാണ് അവിടെ സ്വീകരിച്ചത്? കൃഷ്ണദാസ് പറഞ്ഞു നിങ്ങൾ ട്രോളിന്റെ പുറകെ പോകല്ല, നിങ്ങൾ രാഷ്ട്രീയം പറയൂ എന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ ഈ സുരേഷ് ബാബു ആയിട്ട് പല നേതാക്കന്മാർക്ക് വിയോജിപ്പുണ്ടായി. ഇത്തരത്തിലുള്ള വളരെ ചെറിയ ചെറിയ ഗിമ്മിക്കുകൾ കൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്താണ്. അതുപോലെ തന്നെ എം.വി. രാജേഷുമായിട്ടും AK ബാലനായിട്ടും അവിടെയുള്ള കുറേ നേതാക്കന്മാർക്ക് വലിയ വിയോജിപ്പുണ്ട്. ഈ വരുന്ന ആളുകളിൽ അതൊക്കെ പുറത്തു വരുമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവും എന്ന് തന്നെയാണ് നമ്മളിൽ കണ്ടത്. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ മത്സരിക്കുമ്പോൾ പോലെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല ഇപ്പോൾ ഒന്നും കൂടി നമ്മൾ കാണണം. അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിനെ ആളുകൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരുന്നത് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അവിടെ പ്രതിഫലിക്കും. അതുകൊണ്ട് കഴിഞ്ഞ തവണ പോലെ ഷാഫി പറമ്പിൽ ഉണ്ടായ വിജയത്തെക്കാൾ 3 ഇരട്ടിയിലേറെ വലിയ വോട്ട് കിട്ടി ജയിക്കുന്ന ഒരവസ്ഥയിലും എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു 10,000-20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും രാഹുൽ മാങ്കൂട്ടൻ ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഞാൻ ഇന്ന് വാച്ച് ചെയ്യുന്നത്. ഇനി എന്താവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഏറെക്കുറെ വലിയൊരു വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്. ഇത് പിണറായി സർക്കാരിന് വലിയ രീതിയിൽ ക്ഷീണമാവും എന്നുകൂടെ. ഇപ്പം ചിലക്കരയിലും കൂടി തോൽക്കുന്നതോടുകൂടി പിണറായി സർക്കാരിന് വലിയ രീതിയിൽ ക്ഷീണമാവും. പക്ഷേ എന്ത് ക്ഷീണമായാലും എന്ത് സംഭവിച്ചാലും ഇതിലൊന്നും കുലുങ്ങുന്നവനല്ല പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായോ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലൊന്നും ബാധിക്കില്ലെങ്കിൽ പോലും വരും കാലത്ത് നടക്കുന്ന ഇനി അങ്ങോട്ടേക്ക് പാർട്ടി സമ്മേളനങ്ങളാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളെല്ലാം ഇത് വലിയ ചർച്ചയാവും. അതുകൊണ്ട് EP ജയരാജൻ വിഷയവും ട്രോളി വിവാദവും അതുപോലെയുള്ള നിരവധിയായ വിഷയങ്ങൾ, അത് സരിൻ പോലെയുള്ള ഒരു കോൺഗ്രസ്സുകാരനെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റിക്കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാകിയോ പാർട്ടി ചിഹ്നം ഇല്ലാത്തതും എല്ലാം പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം തീർന്നിരിക്കുന്നത്. 23-ാം തീയതി ഉച്ചയോടുകൂടി CPM-ൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയം വേണ്ട. ഏതൊക്കെയാലും പാലക്കാട്ടെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകളിൽ ചില തകരാറുകൾ കാണുന്നുണ്ട്. അത് ഹരിയാനയിൽ നിന്നോ മറ്റോ കൊണ്ടുവന്ന വോട്ടിംഗ് മെഷീനാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, പാലക്കാട്ടെ ജനങ്ങൾ തികച്ചും ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നൽകുന്ന വോട്ടായിരിക്കും ഇത്തവണ. ആര് ജയിച്ചാലും അത് നമുക്ക് നവംബർ 23-ന് 11 മണിയോടുകൂടി തന്നെ ആരാണ് യഥാർത്ഥ വിജയി, ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.